മക്കളെ എന്തൊക്കെയുണ്ട് മക്കളെ? തിരിച്ചു വന്നു നമ്മൾ വാപ്പസ്. നമ്മൾ കഴിഞ്ഞേല് ഈ സാധനം ഞാൻ കുറെ എണ്ണം ഉണ്ടാക്കി വെച്ചായിരുന്നു യോഗോപ്പ നേരത്തെ. അള്ളാ, എല്ലാം നടന്നില്ലല്ലോ. ഒരു മഴയും ഉണ്ടാവുമ്പോൾ നിറയായിരിക്കും. നിങ്ങൾ ചോദിക്കും എന്തിനായിരിക്കും ഞാനത് ചെയ്തതെന്നല്ലേ? എനിക്കറിയാം. ഈ ഗ്രാവല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ചു. അപ്പൊ നമ്മൾ ഇത് കുറെ ഫ്ലിന്റ് അടിച്ചിട്ട് വീണ്ടും പൊളിക്കാൻ പോവായിരുന്നു. അപ്പോഴാണല്ലോ മറ്റേ ഇത് വന്നത്. അപ്പൊ നമ്മൾ ഫ്ലിന്റ് എടുത്തിട്ട് യു ഞെക്കിയാൽ ഈ സാധനം നമുക്ക് ഉണ്ടാകണം. അതിന് ഗ്രാസ് വേണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗ്രാസ് ഒന്നെങ്ങനെ കിട്ടും? ബോൺ മീൽ ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് ഗ്രാസ് ഉണ്ടാക്കാം. ഗ്രാസ് കിട്ടും. നമുക്ക് ബോൺ മീൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു കമ്പോസ്റ്റർ ആണ് വേണ്ടത്. കമ്പോസ്റ്റർ എന്ത് ചെയ്യണം? കമ്പോസ്റ്റർ. എത്ര ഈസി. കുറച്ച് തടിയും പറയൊക്കെ വേണം. തടി 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 തിങ്സ് ഫോൺ തിങ്സ് ടങ് ടോങ് തിങ്സ് ടോങ്. ഈ സാധനങ്ങളുണ്ട്. ഇവിടെ വയ്ക്കാം. വെള്ളയ്ക്കായിരുന്നു, പക്ഷെ പിന്നെ സമയമില്ല. അപ്പം ബോൺ മീൽ രണ്ടാമനോ ഇൻസ്റ്റന്റ് ബോൺ മീൽ കറികളാണെന്ന് വിചാരിക്കട്ടെ. ബോൺ മീൽ കൊണ്ടുപോയി കറി. ഓ, നമുക്ക് പിന്നെ വയ്ക്കാം. ഇല്ല, പോണേ. ഓ, ഇനി നമ്മള് ഷീൽഡ്സ് എടുത്തിട്ട് കിട്ടിയില്ലേ ഗ്രാസ്? ഷീൽഡ്സിന്റെ പണി എത്ര ഉള്ളൂ? ഷീൽഡ്സിന്റെ പണി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഇതിലോട്ട് വന്നിട്ട് നമ്മൾ യു ഞെക്കി ഈ അല്ലെ 6 ഞെക്കി സാധനം. ഓ, പിന്നില്ലേ എന്ത് വരുന്നത്? യൂസ് ഇല്ല, 6 ഗ്രാസ്. എടാ, ഗ്രാസ് ഫൈബർ. ഇതിങ്ങനെ വെച്ച് ഗ്രാസ് ഫൈബർ ഒരെണ്ണോടാണോ? ഒരെണ്ണം കൂടെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളൂ. ഒന്നും പറ്റില്ല. 2 ബോൺ മീൽ എടുത്ത് ഇവിടെ വെച്ച് അച്ഛനെ എന്നിട്ട് ഇങ്ങനെ ഒന്നും കൂടെ അച്ഛൻ. ഓക്കെ, അപ്പം ഇത് വേണ്ടെടുത്ത പീൻ. അപ്പൊ നമ്മള് ഇതിന്റെ യൂസ് നോക്കി ഇതുണ്ടാക്കിയ കിട്ടി മോനു. എടാ, കുഴപ്പമില്ല, അത് മതി. ഇനി നമ്മള് ഇതിന്റെ യൂസ് കൊടുത്ത് ഇതിങ്ങനെ ചെയ്തിട്ട് 5 ആയോളോ? കുഴപ്പമില്ല, 5 മതി. ഇപ്പൊ തൽക്കാലത്തേക്ക് 5 മതി. ഓ, അപ്പൊ നമ്മള് ടിങ് 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 5 വെച്ചു. 5 വെച്ചിട്ട് ഇനി നമ്മള് ഇത് 5 വെച്ച് 2 വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ നമുക്കൊരു നല്ല ശതമാനം. 2000 years later. ഓക്കെ തിരിച്ചു വന്നിരിക്കുന്നു മക്കളെ. അതെ, കുറച്ച് അയണും പറയാം അത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം ബാക്കി ഇനി എന്ത് ചെയ്യണം. ഇനി ഇപ്പോഴേ അയണും പറയുക നമുക്ക് ഇപ്പോഴേ തുടങ്ങണമെന്നില്ല. 40 ഉണ്ട്, അതായത് 10 അയൺ ഉണ്ട് നമ്മളുടെ ഇപ്പൊ. നമുക്കിപ്പോ ആവശ്യമുള്ളത് കുറച്ച് ക്ലേ ഉണ്ടാക്കാം. നമ്മൾ ലാവ ഉണ്ടാക്കാലോ. ക്ലേ എങ്ങനെ ഉണ്ടാകുന്ന ആർക്കും അറിയത്തില്ലല്ലോ, ഇപ്പൊ പറഞ്ഞുതരാം.
ഈ ഗ്രാവല് ഈ സാധനത്തിട്ട് അരിക്കുന്നതിന് പകരം ഒന്നും കൂടെ ഒന്ന് തറയിലോട്ട് ഇടണം. വറി തറയിൽ ഇട്ടിട്ട് ഇനി നമ്മൾ ഇതും കൂടെ ഒന്ന് ഹാമർ ചെയ്യുമ്പോൾ ഒരു സാൻഡ് കിട്ടി. സാൻഡ് ആണോ ഡസ്റ്റ് ആണോ വെള്ളത്തിൽ ഇടണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. സാൻഡ് അല്ല ഇതിനകത്തല്ല. സാൻഡ് വിച്ച് വാട്ടറിൽ ഇട്ടാൽ സോൾ സാൻഡ് ആവും. അപ്പൊ നമ്മൾ ഇതിനെ ഡസ്റ്റ് ആക്കുന്നു മകനെ. ഇതല്ല, അരേവാ അയൺ. സാൻഡ് നമ്മള് ക്രഷ് ചെയ്തിട്ട് എടാ അയൺ കിട്ടാൻ 13% ചേർത്ത. ഓ നഗറ്റ്സ് ആണ് മുതല്. അത് 9 കിട്ടണം. ഇത് വേണമല്ലോ. ഇതെന്ത് സാധനം? മാജിക്. ഓക്കെ നമ്മളിപ്പോ ഡസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഡസ്റ്റ് വെറുതെ പോയി നോക്കാനല്ല. ക്ലേ 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 ഫുള്ള് വെള്ളമുള്ളതൊക്കെ നമുക്ക് ക്ലേ തരുന്നതായിരിക്കും. ഇങ്ങനെ മഴ വേണമായിരിക്കും. ക്ലേ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ ചോദിക്കും ക്ലേയും കൊണ്ട് എന്ത് പറയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ലേ? എനിക്കറിയാം. ക്ലേ നമ്മളിങ്ങനെ വെച്ചിട്ട് അത് വൈങ് ബാങ് ജിങ്ങ നടിച്ചിട്ട് കൈ കൊണ്ടല്ല ഒന്ന് വിളിച്ചാൽ ക്ലേ ബോൾസ് വെൽക്കം ടു പവർ. അടാ ക്ലേ ബോൾ കിട്ടി. ഓഹോ 2 ക്ലേ കൂടെ കിട്ടിയാൽ കൂടെ കിടക്കട്ട്. നമ്മൾ ഇതിനകത്ത് നിന്നൊന്നും അങ്ങനെ എടുത്തിട്ടില്ല അല്ലേ ഈ പറഞ്ഞ കണക്കിന്. ഇടാ ഡസ്റ്റിനൊക്കെ ഇതുള്ളല്ലോ റെഡി. ഫ്രീ ഡസ്റ്റ് സാൻഡ് ഗോബിൾ സ്റ്റോണ് ഹാമർ ഒരെണ്ണം കിട്ടിയതാവും. ഫ്ലിന്റ് ഓ ലീഫ് ഓക്ക് ക്രൂസിബിൾ ഇട്ടാ വെള്ളം കിട്ടും അല്ലേ? വെള്ളവും പറയൊക്കെ ഉണ്ട്. വെള്ളവും പറയൊക്കെ ഉണ്ട് മോനെ. അത് പക്ഷെ അത് എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓ അങ്ങനെയാണല്ലേ. നമ്മൾ ആദ്യം ഓക്ക് ക്രൂസിബിൾ ഒന്നും ഉണ്ടാക്കണം. അത് എളുപ്പമാണ്, കുഴപ്പമില്ല. ഇതെന്താണ്? സിവിൽ ലോട്ടോ കുറിച്ച് അതൊക്കെ ഞാൻ ചെയ്തടേ. ഒന്നുമില്ല ഗൈസ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഓക്കെ ക്ലേ ബോൾ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഈ ക്ലേ ബോളും പിടിച്ചോണ്ട് നിൽക്കുന്നതല്ലേ? എനിക്കറിയാം ചോദിക്കുന്നു. മൈലിന്റെ അടിയിലോട്ട് പോകുന്നുണ്ടല്ലോ. ഓക്കെ ക്ലേ ബോളും കൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്നതിന് ഈ സാധനം വളരെ അത്യാവശ്യമാണ് മകനെ. കുറച്ച് തടി എടുക്കുക. തടി എടുത്തിട്ട് കുറച്ച് ഞാൻ ഒരെണ്ണമാണ് ഉദ്ദേശിച്ചത്. ഒരെണ്ണം കിട്ടിയ സ്ഥിതിക്ക് അവിടെ കിടക്കട്ടെ. ഇലയും വർഗവും യെസ്. ഇത് കണ്ട, ഇതാണ് പ്രത്യേകത. കുറച്ച് ഇല ഇട്ടു, വെള്ളം കിട്ടി. ഇനി നിങ്ങൾ വിചാരിക്കും ഈ വെള്ളം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും അല്ലേ? 2 വെള്ളം മതി. 2 കൊണ്ട് എനിക്ക് ഇൻഫിനിറ്റി ഉണ്ടാക്കാമല്ലോ. ഇല നിറച്ചു കൊടുക്കണം, അതാ പ്രശ്നം. എപ്പോഴാണ് ഓക്കെ നമുക്ക് അതവിടെ വയ്ക്കാം. ഇവിടെ കോബിൾ സ്റ്റോൺ കിടക്കുന്ന സ്ഥിതിക്ക് കോബിൾ സ്റ്റോണിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കാമല്ലോ. അപ്പൊ നമുക്കൊരു ഫർണസിന്റെ ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പിന്നെ മാത്രം പോയി. ഫർണസിനകത്ത് നമുക്ക് തടി ഉണ്ടല്ലോ കയ്യില്. തടി എടുക്കണം. 32 എടുത്ത് 32 വേണ്ട, 16 വേണ്ട, 17 ഇവിടെ വെച്ചിട്ട് ഒരു 3 ഇവിടെ വെച്ചിട്ട് കഴിക്കാം. ഈസി പീസി മണി ബ്രോ, ഈസി പീസി മണി. ഇത് ഇനിയുണ്ട്. യെസ് നിങ്ങൾ കാണുന്ന 1000 എത്തിക്കണം. 570 എന്താ 1000 എത്തിക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് ചാർക്കോൾ ആയിട്ട് കിട്ടൂലേ? ഈ ചാർക്കോൾ ആണ് നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തിന്? ടാങ്ക്. ഇങ്ങനെ സാധനം ഉണ്ടല്ലേ. കോളും ബാരലും. ഇത് സാധനമോ? എടാ ഞാനതങ്ങ് മറന്നും പോയി. കോളുണ്ടല്ലോ പറഞ്ഞ കോളുണ്ട്.
ബാരൽ എങ്ങനെയായിരുന്നു? അത് തീന സാധനം കേട്ടോ, നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പൊ ഇതിന്റെ ഉപയോഗം കാണിച്ചു തരാം. ഇതുണ്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ അവിടെ കഷ്ടപ്പെട്ടത്. പോകണം ഓം ഗ്രീൻ കുടിച്ചേട്ടോ. വാ ഇപ്പൊ ഞാന് ഒരു കാര്യം കാണിച്ചു തരാം. ഇതിനകത്ത് ആവശ്യമുള്ള സാധനം നോക്കട്ടെ. ലെഡ്, ഗോൾഡ്, സിങ്ക്, ഓസ്മിയം, അയണ്, അലൂമിനിയം. ബാക്കി ഇതെല്ലാം വരും, അത്യാവശ്യമില്ല. ഇത് ഇങ്ങനെ ചെയ്താൽ നണ്ണ്. ഓക്കെ, ഇപ്പൊ ഈ ടാങ്ക് ഇവിടെ കിടക്കുമല്ലേ, നീ ഈ ടാങ്കിലുള്ള സാധനങ്ങൾ ഞാൻ സിവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്റെ കയ്യിൽ തന്നെ ഒന്നല്ലോ പറഞ്ഞ, ഞാൻ ടാങ്ക് ഇട്ടില്ല, അത് അതിനകത്തോട്ട് പോകും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതും അതിനകത്തോട്ട് പോകും. ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ഈസി വർക്ക് മൈ ബ്രോ, പ്ലസ് ഇൻവെന്ററി മാനേജ്മെന്റ്. ആൻഡ് നീ ഇപ്പൊ സാധനങ്ങൾ വല്ലതും വേണമെങ്കിൽ ഇത്രേ ഉള്ളൂ, നേരത്തെ എടുക്കാം. അറിയാം, തീരുമാനമാണ്. ഓവർ ആ അത് 1000 ആയല്ലോ. അതിനും 1000 ആയി. ഇനി ആവശ്യമില്ല. മതി. ബാക്കി ജനജാതികൾ കൂട്ടാനായിട്ടുള്ള ഇലകളായി, പച്ചക്കറികൾ. സാധനം പേര് മറന്നല്ലോ. നീ ഇത് വെച്ചു, നീ അതിങ്ങൊന്ന് അത്ര മതി. അപ്പൊ നമുക്ക് കുറച്ച് പണി ചെയ്യാം. നമുക്ക് ക്വസ്റ്റ് ബുക്കിൽ പോയിട്ട് ടാങ്കും കാര്യങ്ങളൊക്കെ നടത്തിയല്ലോ. മെൽറ്റിങ് അയണിലോട്ട് പോകുന്നതിന് വെയിറ്റ്. നമുക്ക് ലാവയിലോട്ട് പോവാം. കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അൺലിമിറ്റഡ് കോബിൾ സ്റ്റോൺ ആണ്. അതുകൊണ്ടാ ഇത്രയ്ക്ക് ഈസിയുള്ള സാധനം വേറെ എവിടെയും കിട്ടും. അത് വേണ്ടപ്പോ. അപ്പൊ നമ്മള് ക്രൂസിബിൾ ഉണ്ടാക്കണം. അൺഫയർഡ് ക്രൂസിബിൾ, ഫോസിലിനും ബോൺമീലും. ബോൺമീലില് 3 ബോൺമീല് കിട്ടി. എന്നാ വച്ചേക്കും, ചില ആവശ്യം വരും. ഇടാ ഇത്രയും ചെയ്യുന്നു പോടാ. ഈടാ കുറച്ച് ഗ്രാസ് കൂടെ എടുത്ത കാര്യം ഉപയോഗിക്കാനും പറ്റില്ല. വേണ്ട, ആവശ്യം വരും. അതൊന്നും ഇടാൻ പറ്റൂല. പോയി ഓക്കെ, ഇത് കാണിച്ചു തരാം. 3 വെച്ചിട്ട് നമ്മൾ 3 വെച്ചാൽ 3 പോസ്റ്റിലെങ്കിൽ എനിക്ക് ഇനി ബോൺമീൽ വേണം. ബോൺമീൽ വേണമെങ്കിൽ ഇല വേണം. ഇല വേണമെങ്കിൽ മരം വേണം. കഷ്ടപ്പാടാണ് മകനെ, കഷ്ടപ്പാട്. വെച്ച് നോക്കി ഇങ്ങനെ എടുത്ത് വുഡും കിട്ടി, സാപ്ലിങ്ങും കിട്ടി. അത്രേ ഉള്ളൂ. അതെന്തോ ഇങ്ങനെ വരുന്ന ഈ അറിയത്തില്ല. വീണ്ടും നമ്മളൊന്ന് കുഞ്ഞു കൊടുക്കുന്നു. വലുതാവുന്നില്ല. കുഞ്ഞു കൊടുക്കും. മരം ഉള്ളതുകൊണ്ടാണോ, ചെടി ഉള്ളതുകൊണ്ടാണോ? ചെടി ഞാൻ വെച്ചേക്കുന്നതിനൊരു കാരണമുണ്ട്. ഇതിനകത്ത് മറ്റേ ബീസ് ഇല്ലേ, ബീസ്, ആ സാധനം ചെടി ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. ഓക്കെ ഓക്കെ മകനെ. പോയോ പോയില്ലല്ലോ. ഇതെവിടാ? മരം ഓടിച്ചുകൊണ്ടിരുന്ന എന്റെ അവിടം വരെ എത്തി. ടീയേഴ്സിന് ഇപ്പോഴും ഫുൾ പവർ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഇല എടുത്തായിട്ട് ഒരു കൺസെപ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് സംഭവം. കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ ഇല എടുക്കാൻ സമയം കിട്ടി. ജിങ്കല ഹുയി. ഓ
ഫ്ലിന്റ് ഒടിഞ്ഞല്ലോ മോനെ. കുഴപ്പമില്ല, ഫ്ലിന്റ് അതൊക്കെ മതി. ഇനി നമ്മള് ലാഗ് ആവുന്നല്ലോ എനിക്ക്. ഇല കൊണ്ടുപോയി ഓടിച്ചാടി പിങ് 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 പിങ്. നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഞാൻ ഇങ്ങനെ ചാടി ഇങ്ങനെ ഇരുന്നേന്ന്, ഇല്ലേ? എനിക്കും അറിയത്തില്ല, ചുമ്മാ ഒരു രസം. ഇതിലൊരു ബോൺമില് അവിടെ എത്രണ്ണമായി? 3 എണ്ണമായി. നിങ്ങളുടെ ചേർത്ത് 6 എണ്ണം, നമുക്ക് 8 എണ്ണം വേണം. അല്ല 8 അല്ല 7 എണ്ണം വേണം. നിങ്ങളെ കിട്ടിയ ലാഭം. യെസ് യെസ്, 7 എണ്ണം മതി. 7 പോർസിലിയൻ ക്ലേ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഷേപ്പിൽ വെച്ചാൽ അൺഫയർഡ് പോർസിലിയൻ ക്ലേ ആയി. അൺഫയർഡ് പോർസിലിയൻ ക്ലേ നമ്മൾ വെച്ചാൽ എന്തുവായി മകന്, എന്തുവായെന്ന് അറിയാമോ? അൺലിമിറ്റഡ് ലാവ. അതാണ് അൺലിമിറ്റഡ് ലാവ. നിങ്ങൾ ഈ സ്ഥാനത്തിന് ഇവിടുന്ന് അൺലിമിറ്റഡ് ലാവ അല്ലേ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നല്ലതാണ്, വളരെ പൊട്ടൽ. കാണിച്ചു തരാം. ഇൻവെന്ററി ഒന്ന് മാനേജ് ചെയ്ത് നോക്ക്. ഇൻവെന്ററി ഒരുമായിരിക്കും. മരത്തിന് തടി വടി പടി ആക്കിയത് ഇരിക്കട്ടെ. എങ്ങനെ? ഓടില്ല നന്നെ. ഫിൽറ്റേർഡ് പിക്കപ്പോ? പിക്കപ്പ് ഓള് വെക്കാം. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുള്ളൂ. ഓക്കെ, അത് അവിടെ കിടക്കട്ടെ. ഇപ്പൊ അൺഫയർഡ് ക്രൂസിബിളിനകത്ത് നിങ്ങൾ വിചാരിക്കും എന്ത് പറിക്കാണ് ഈ സാധനം ഉള്ളത് അല്ലേ? ഡയറൈറ്റ്, ഗ്രാനൈറ്റ്, നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ലാത്തൊരു സാധനം. അത് ഞാൻ ഇതിനകത്തങ്ങ് ഇടും. അത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. ഇടാൻ വേണ്ടി എളുപ്പമാർഗമുണ്ട്. അത് നമ്മളൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മള് വുഡൻ എന്നടിക്കുമ്പോ തന്നെ ഒരു സാധനം വരും. ഇല്ല, ഒന്നില്ല. അപ്പൊ ഹോപ്പർ എന്ന് അടിച്ചാലോ? ഇരുമ്പിന്റെ ഹോപ്പറേ ഉള്ളൂ. അപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എപ്പോഴൊന്നും കിട്ടൂല. സോറി, ഇതെന്ത് ചെയ്യാ? സ്റ്റാൻഡും ഡസ്റ്റും കിടപ്പുണ്ട്. ഡസ്റ്റ് സിവ് ചെയ്താൽ എന്ത് കിട്ടുന്നു? നല്ല പിടുത്തോണ്ട് പറഞ്ഞത്. ആഹാ, ഓ റെഡ് സ്റ്റോൺ ഇപ്പോൾ ആവശ്യമില്ല. ഇപ്പൊ സ്റ്റാൻഡും കൊണ്ട് ഒരു വറി ഇല്ലെന്നാണ് പറയുന്നത് നിങ്ങൾ, അല്ലേ? ജസ്റ്റ് ആക്കാം. പിന്നെ അല്ലാണ്ട് ചാർജ് അപ്ലൈഡ് എന്ന് കിട്ടി. അത് നല്ലൊരു തീരുമാനമാണ് ശരിക്കും. നമുക്ക് രാത്രിയായി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലാവ ഉണ്ടാക്കണം. ഓ സോറി, പിക്കാക്സ് നോക്കാം ഇതാണായത്. നമുക്ക് ബക്കറ്റ് വേണമല്ലോ, അറിയാതെ മാറിന്. ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ ലാഭമായിരിക്കും. ഓ മനസ്സിലായി. പോണേ, പോണം മതി തൽക്കാലത്തേക്ക്, കാരണം ഇത് നമുക്ക് ഇതിനകത്ത് ഇടാനുള്ളത്. ഓക്കെ, ലാവയാവട്ടെ, അതവിടെ കിടന്നാവട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് കുറച്ച് ഗസ്റ്റ് ബുക്കിൽ പരിപാടി ചെയ്യാം. ഗസ്റ്റ് ബുക്കിൽ ഇനി എന്ത് വരുന്നത്? ഗ്രാസ് സീഡാ, മൈസീലിയം. പിച്ച് വാട്ടർ വേണം നമുക്ക്. പിച്ച് വാട്ടർ ഇപ്പൊ ലാവ ഉണ്ടാക്കാനുള്ള പരിപാടിയിലല്ലേ. കോബിൾസ്റ്റോൺ തന്നെ, അൺഫയർഡ് ക്രൂസിബിൾ ഹീറ്റാ.
ആഡ് ഫ്രീ ലാവ. അതെനിക്ക് മനസ്സിലായി. കണക്ട് ഹോപ്പർ ടു ക്രൂസിബിൾ ടു പമ്പ് ഓൾ സ്റ്റോൺ. ഓ ഓ ഓ ഓ നമ്മള് കോബിൾ സ്റ്റോണും സാധനങ്ങളൊക്കെ ഇട്ട് ഇത് ലാവ ഉണ്ടാക്കുന്ന സമയത്ത് ലാവ ആവുമ്പോഴത്തേക്ക് നമുക്കൊരു കപ്പ് വേണം. കപ്പ് അപ്പൊ എന്തിനായിരുന്നു? അയണോറ് കിട്ടിയായിരുന്നു. അയണോറ് നമ്മൾ സ്മെൽറ്റ് ചെയ്യുന്നു, അയൺ കിട്ടുന്നു, കപ്പ് കിട്ടുന്നു, പറി. അത്ര ഉള്ളു, കാര്യം കഴിക്കും. ഇനി അത് എടുക്കാൻ സമയം എടുക്കും എന്നുള്ളതാണ്. ഓ ചുമ്മാ അല്ല അവിടെ പോയത്. ഇത് അപ്പം എങ്ങനെയാ തുറക്കുന്നത്? ഓപ്ഷൻസ്, കൺട്രോൾസ്, കീബൈൻസ്. ഓ ഇത് കുറെ ഉണ്ടല്ലോ. നമ്മള് ക്രാഫ്റ്റിംഗ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ സി സി ഓ സി അല്ലേ? സി കൊടുത്തല്ലോ. ഇനിയിപ്പോ ഇതുണ്ട്, കുഴപ്പമില്ല. വീണ്ടും നമ്മൾ ഗ്രാനൈറ്റ് ഇടുന്നു, ഗ്രാനൈറ്റ് ഇടുന്നു, 3 അയൺ. യെസ് ബോസ്. 3 അയൺ വഴി നമ്മൾ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാൻ പോകുന്നു മകനി. യെസ് നിങ്ങൾ കേട്ടത് ശരിയാണ്, അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ്. പോളിഷ്ഡ് ഗ്രാനൈറ്റ് എന്തിനാണ് ഞാൻ എടുത്തതെന്നാണോ? എനിക്കും അറിയില്ല. ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് കല്ലാക്കാം. എന്നിട്ട് നടുക്ക് ഞാൻ തടി വെച്ചിട്ടുണ്ട്, അതെന്തിനാ എനിക്കും അറിയത്തില്ല. ഇതിന്റെ ഒന്നും ആവശ്യം. കുഴപ്പമില്ല. ടോപ്പ് മൊത്തം. ഇവിടെ ഒരു സോംബിയെ ഞാൻ കാണാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. എന്തിനാണ് എനിക്കറിയില്ല. ഓക്കെ, തടിയും പറയൊക്കെ എടുത്തു മാറ്റി. ഓക്കെ, നമുക്ക് കോബിൾ സ്റ്റോൺ മാത്രമുള്ള ഒരു ഏരിയ എത്തിയിരിക്കണം. ഓക്കെ ഡോറ് കിടക്കട്ടെ, ഇരിക്കട്ടെ ഒരു ഡോറ്. തോതി. ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കേണ്ടുള്ളത് കോബിൾ സ്റ്റോൺ ജനറേറ്റർ അല്ല, അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് അല്ലേ. അൺലിമിറ്റഡ് വാട്ടർ സോഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഗ്രാനൈറ്റ്, പോളിഷ്ഡ് ഗ്രാനൈറ്റ്. അത്രേ ഉള്ളൂ. ഞാൻ 2 ഇവിടെ വെച്ച്, 2 അവിടെ വെച്ച്, 2 അവിടെ വെച്ച് ഓവർ. ഇങ്ങനെ ഇടയ്ക്ക് കയറി വരുവാണല്ലോ ഈ സാധനം. ഇപ്പൊ അൺലിമിറ്റഡ് വാട്ടറിന് സോഴ്സായി പോകണേ. ഓ അവിടെ കിടക്കട്ടെ. അല്ലെങ്കിൽ വെള്ളം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. അത് ക്ലേ ഉണ്ടാക്കാൻ ആവശ്യം വരും, ഇരിക്കട്ടെ. അത് 2 വെച്ചേക്കാം, അതിലാവശ്യം വന്നാലേ. മരവും തടിയൊന്നും വേണ്ട. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുമ്പോ ലാവ 1 ബക്കറ്റും കൂടെ വേണം. വെള്ളം നമ്മളുടെ 1 ബക്കറ്റ് ഉണ്ട്. ലാവ ഇനി 1 ബക്കറ്റും കൂടെ കിട്ടിയാൽ മോനെ പൊളിച്ചു മുത്ത് പൊളിച്ചു. 1 ബക്കറ്റ് ലാവ, ഇത് 1000 ആവുമ്പോ 1 ബക്കറ്റായി. അപ്പൊ നമുക്ക് 1 ബക്കറ്റും കൂടെ കിട്ടണമെങ്കിൽ ഇത് 1 ബക്കറ്റിന്റെ ഇത്രേ ഉള്ളൂ. 1 ബക്കറ്റ് 2 ബക്കറ്റായി. ഇപ്പൊ നമ്മൾ വിചാരിക്കും, ഈ വെറുതെ ബക്കറ്റ് ഉണ്ടാക്കി എന്തിനാണ് അയൺ കളയുന്നതിന് അല്ലേ, എല്ലാവരും വിചാരിക്കും, സ്വാഭാവികം. അപ്പൊ നമ്മൾ ഇവിടുന്ന് 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഞാന് ഇത് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം, കുറച്ച് സമയമൊക്കെ എടുക്കട്ടെ. ഇത് 1000 ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നു. ഹലോ, 1000 ആക്കി. ഒരു മഴയൊക്കെ തുടങ്ങിയ ടൈമിലൊക്കെ ഒന്നും അറിയത്തില്ല. 1 ബക്കറ്റ് ഓഫ് ലാവ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ലാവയും കൊണ്ട് ഞാൻ എന്ത് പറി ചെയ്യാനാണ് അല്ലേ. ഇനിയാണ് ഞാൻ മാജിക് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു സാധനമുണ്ട് മോനെ, ഇങ്ങനെ ഒരു സാധനമുണ്ട്. 2 സാൻഡ് ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ 2 സാൻഡ് കത്തിച്ചു. ഓക്കെ. ഗ്ലാസ് കിട്ടി. ഈ ഗ്ലാസ് തടിക്കഷ്ണങ്ങൾ ഇത് 1 സെക്കൻഡ്, ഞാൻ ഒരു കാര്യം കൂടെ നോക്കിട്ടെ. കോബിൾ സ്റ്റോൺ ജനറേറ്റർ എങ്ങനെയായിരുന്നു?
ആ നമ്മൾ ഇതുണ്ടാക്കുന്നു ഫിനിഷ്. ബക്കറ്റും തിരിച്ചു കിട്ടി. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ 2-3 കോബിൾ സ്റ്റോണും കൂടെ ഇട്ട ഓഹോ ഇപ്പൊ നമ്മൾ സീനാവാൻ പോവാണ്. സീനാവാൻ പോവുകയാണ്. ബക്കറ്റ് വെള്ളം ഇതൊന്നും കൂടെ ഞാൻ 1000 ആക്കി തരാം. ദേ വരും. ഹലോ മക്കളെ, 1000 ആവാറായി. 1000 ഓക്കെ എടുക്കുന്നു. വെക്കുന്നു. ഡബിൾ ദ കോബിൾ സ്റ്റോൺ. ഇപ്പോൾ ഒരു പ്രത്യേകത കാണിച്ചത് ഞാൻ ഇതിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ചുമ്മാ ഒന്ന് കളഞ്ഞായിരുന്നു. ഞാൻ ഒന്നുകൂടെ എടുത്ത് വെച്ചു. അവിടെ വെക്കണ്ട. ജസ്റ്റ് എടുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ശരി. അപ്പം കോബിൾ സ്റ്റോൺ അൺലിമിറ്റഡ് ആക്കിയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ.